10 ടൈൽസ് കെയോസിൽ നിന്ന് ജനിച്ച് കോപത്തിന്റെ കൊടുങ്കാറ്റിൽ കെട്ടിച്ചമച്ച ശക്തി ശ്വസിക്കുന്ന മൃഗമായ നിശബ്ദമാകുന്ന ശാന്തതയാണിവൻ. അവന്റെ 8 വാലുകൾക്ക് പർവ്വതങ്ങളെ പോലും തകർക്കുവാൻ കഴിയും. ആകാശത്തെ പോലും പിളർത്തുന്ന ഒരു ഗർജനമാണ് അവനുള്ളത്. പ്രകൃതിയുടെ കോപത്തിന് നൽകിയിരിക്കുന്ന അജേയമായ കോപമാണവൻ. സമുദ്രങ്ങൾ വിറയ്ക്കുകയും ഇടിമുഴക്കം നിഷിദ്ധമാവുകയും ചെയ്യുമ്പോൾ അവൻ ഉയർന്നു വരുന്നു. യോദ്ധാവിന്റെ ഹൃദയമുള്ള ഒരു രാക്ഷസന്റെ തകർക്കപ്പെടാത്ത ഇച്ഛാശക്തിയാണിവൻ. മനുഷ്യർ കോപം വരുമ്പോൾ അവർ രാക്ഷസരാകുന്നു. എന്നാൽ അതേ രാക്ഷസന്മാർ സമാധാനം ആഗ്രഹിക്കുമ്പോൾ അവർ ദൈവങ്ങളാവുന്നു. മരുഭൂമിക്ക് ഷുക്കാക്കു ഉണ്ടെങ്കിൽ, കത്തുന്ന തീജ്വാലയ്ക്ക് മത്തഥാബി ഉണ്ടെങ്കിൽ, ഇടിമുഴക്കത്തിന് ഒറ്റ നാമമേ ഉള്ളൂ: ഗ്യൂക്കി എന്ന അപരനാമമുള്ള 8-tailed beast. ഓക്കെ ഫൈൻ, ഗ്യൂക്കി അല്ലെങ്കിൽ ദ 8-tailed beast. 8-tailed beastന്റെ ഒറിജിനൽ ക്രിയേഷനും അപ്പിയറൻസും സിംബോളിസവും പേഴ്സണാലിറ്റിയും നേച്ചറും പവേഴ്സ് ആൻഡ് എബിലിറ്റീസും പിന്നെ നോൺ ആയിട്ടുള്ള ജിഞ്ചുറുക്കികൾ ആരൊക്കെയാണെന്നും ഇതൊക്കെ അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആസ് ഓൾവേസ് ആദ്യം തന്നെ നമ്മുടെ 8-tailed beastന്റെ ഒറിജിനും ക്രിയേഷനും എല്ലാ ടൈൽഡ് ബീസ്റ്റുകളെ പോലെ തന്നെ 10 ടൈൽസ് എന്ന് പറയുന്ന ജൂബിയുടെ ചക്രനെ നമ്മുടെ ഹാഗറോമോ ഔട്ട്സുസുക്കി എന്ന് പറയുന്ന സേജ് ഓഫ് 6 പാത്ത് 9 ഡിഫറെന്റ് ടൈൽഡ് ബീസ്റ്റിലേക്ക് വ്യാപിക്കുകയുണ്ടായി. അതിൽ 8ാമത്തെ ടൈൽഡ് ബീസ്റ്റാണ് ഈ പറയുന്ന ഗ്യൂക്കി. അങ്ങനെ കാലാന്തരങ്ങളിൽ ബാക്കിയുള്ള എല്ലാ ടൈൽഡ് ബീസ്റ്റിനെ പോലെ തന്നെയും ഓരോരോ ടൈൽഡ് ബീസ്റ്റ് ഓരോരോ ലോകത്തിന്റെ ഓരോരോ ഭാഗത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. സോ നമുക്ക് ഗ്യൂക്കിയുടെ അപ്പിയറൻസും സിംബോളിസവും നോക്കുകയാണെങ്കിൽ, ഗ്യൂക്കിയുടെ അപ്പിയറൻസ് തന്നെ ഒരു മസ്കുലർ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഓക്സ് ലൈക്ക് അപ്പർ ബോഡിയാണ് ഉള്ളത്. അതിൻ്റെ കൂടെ ഹ്യൂമനോയിഡ് ആംസും ഉണ്ട്. ലോവർ ഹാഫ് നോക്കുകയാണെങ്കിൽ ഒരു 8 നീളമുള്ള ഓക്ടോപ്പസ് അല്ലെങ്കിൽ നീരാളിയുടെ പോലെയുള്ള ടെൻറ്റക്കിൾസ് ഉള്ള, അത് ഉപയോഗിക്കുന്നത് ഡിഫെൻസിനും വെപ്പണും ആയിട്ട് തന്നെയാണ്. അത്തരം ടെൻഡൻസ് ഉള്ള ഒരു ലോവർ ഹാഫാണ് നമ്മുടെ ഗ്യൂക്കിക്ക് ഉള്ളത്. ഹെഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്കൾ ഫേസ് ആണുള്ളത്. ഷാർപ്പ് ടീത്ത് ഉണ്ട്, വൈറ്റ് ഹോൺസ് ഉണ്ട്. അത് സിംബലൈസ് ചെയ്യുന്നത് സ്ട്രെങ്തിനെയും ഡിസ്ട്രക്ഷനെയാണ്. കളർ നോക്കുകയാണെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗണിഷ് പർപ്പിൾ വിത്ത് ബ്രൈറ്റ് വൈറ്റ് ഹോൺസ് എന്ന് തന്നെ പറയാം. നാരുട്ടോ ഡേറ്റ ബുക്ക് അനുസരിച്ച് ഗ്യൂക്കിനെ സിംബലൈസ് ചെയ്യുന്നത് കൺട്രോൾ ത്രൂ സ്കായോസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ അനുസരിച്ചാണ്. ഗ്യൂക്കിയുടെ പേഴ്സണാലിറ്റി ആൻഡ് നേച്ചർ നോക്കുകയാണെങ്കിൽ റാഷണൽ ആണ്, വൈസ് ആണ്, കോപ്പറേറ്റീവ് ആണ്. അവൻ ഇമോഷണൽ റെസ്പെക്റ്റും ലോയൽറ്റിയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ടൈൽസിന്റെ എണ്ണം അനുസരിച്ചാണ് ഒരു ടൈൽഡ് ബീസ്റ്റിന്റെ പവർ ഇരിക്കുന്നത്. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ കുറാമ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈൽഡ് ബീസ്റ്റ് ആണ് ഈ പറയുന്ന 8-tailed ആയിട്ടുള്ള ഗ്യൂക്കി. സോ നമുക്ക് പവർ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇമ്മെൻസ് ആയിട്ടുള്ള ചക്രയും ഫിസിക്കൽ പവറും ഗ്യൂക്കിക്ക് ഉണ്ട്. മാസീവ് ആയിട്ടുള്ള ചക്ര റിസർവാണ് ഇദ്ദേഹത്തിന് ഉള്ളത്. അതിലെടുത്തു പറയേണ്ടേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു റിസൈലൻസ് ആണ്. അദ്ദേഹം ടയേർഡ് ആവാതെ ഇഷ്ടം പോലെ നേരം നിന്ന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. 2ാമത്തെ പവർ എന്ന് പറയുന്നത് എല്ലാ ടൈൽഡ് ബീസ്റ്റിനും ഉള്ളതുപോലെ തന്നെ ടൈൽഡ് ബീസ്റ്റ് ബോംബ് അല്ലെങ്കിൽ ബിജു ഡാമയാണ്, എ സിഗ്നേച്ചർ ബിജു ടെക്നിക്. 3ാമത്തെ പവറാണ് ഇദ്ദേഹത്തിനെ യൂണീക്ക് ആക്കുന്നത്, ടെൻറ്റാക്കിൾ മാനിപ്പുലേഷൻ. 8 ടെൻറ്റാക്കിൾസ് ആണല്ലോ ഉള്ളത്, അതിനും ഓരോരോ റോൾസ് ആണ് ഉള്ളത്. അതായത് ഓഫൻസീവും ഡിഫെൻസീവും സപ്പോർട്ടും രീതിയിൽ മൾട്ടിപ്പിൾ റോൾസ് ഒരേ സമയം ഓരോ ടെൻറ്റക്കിൾസും ചെയ്യും. അതോടൊപ്പം തന്നെ അവൻ്റെ ആ ഓരോരോ ടെൻറ്റക്കിൾസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് അത് ഇവഞ്ച്വലി ഗ്രോ അപ്പ് ആയിട്ട് വരും, അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്ത് ഹീലായി വരുന്നതാണ്. സോ ഇതവന് ബൈൻഡിങ്സ് അല്ലെങ്കിൽ ട്രാപ്പുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനുള്ള എളുപ്പമാർഗമായിട്ട് കണക്കാക്കാവുന്നതാണ്. പിന്നെ അടുത്ത പവറാണ് ഇങ്ക് റിലീസ്. ഇതൊരു സ്പെഷ്യൽ എബിലിറ്റീസ് ആണ്. അതായത് ചക്ര ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഇങ്ക് പ്രൊഡ്യൂസ് ചെയ്ത് ഇജക്റ്റ് ചെയ്യുവാൻ നമ്മുടെ 8-tailsന് സാധിക്കും. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പവറാണ് ജിഞ്ചുറുക്കി സിനർജി. യെസ്, ഏറ്റവും നന്നായിട്ട് വൺ ഓഫ് ദി നോൺ പെർഫെക്റ്റ് സിങ്ക്രണൈസേഷൻ ഫോർ എ ടൈൽഡ് ബീസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ജിഞ്ചുറുക്കി ആയിട്ടുള്ള കില്ലർ ബീയും നമ്മുടെ 8-tailsഉം തമ്മിലുള്ള തന്നെയാണ്. ഈ ഒരു ജിഞ്ചുറുക്കി സിനർജി അല്ലെങ്കിൽ കോപ്പറേഷൻ കൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബിജു മോഡ് ട്രാൻസ്ഫോർമേഷൻ സാധിക്കും. അതുപോലെ തന്നെ ബിയുടെയും ഗ്യൂക്കിയുടെയും ചക്ര കോമ്പൈൻ ചെയ്തിട്ട് ബാറ്റിൽ ടൈമിങ്സിനെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു ബിജു ഡാമ അല്ലെങ്കിൽ ബിജു ബോൾസിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുവാൻ ഈ ഒരു ഡ്യൂയോയ്ക്ക് സാധിക്കുന്നതാണ്. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് തന്നെയാണ് അടുത്ത പവർ, ഇമ്മെൻസ് ആയിട്ടുള്ള ഡ്യൂറബിലിറ്റിയും റീജനറേഷനും. ഇനി നമുക്ക് നോൺ ആയിട്ടുള്ള ഹോസ്റ്റുകൾ ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ്
കില്ലർ ബി ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിനു മുമ്പ് ബ്ലൂ ബി എന്ന് പറയുന്നതാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് നോൺ ഹോസ്റ്റ് ഫോർ 8 Tails. ബ്ലൂ ബി എന്ന് പറയുന്ന ആളായിരുന്നു ആദ്യത്തെ നോൺ ഹോസ്റ്റ്. അത് കഴിഞ്ഞ് കില്ലർ ബി. ഇനി ഗ്യൂക്കി അഥവാ 8 Tailsന്റെ ലെഗസി എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു ടൈൽഡ് ബീസ്റ്റ് എന്താണ് ജിൻചുറുക്കിയെ കൊണ്ട് മീൻ ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു. കില്ലർ ബിയും നമ്മുടെ ഗ്യൂക്കിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് നമ്മുടെ നാറൂട്ടോനെ ഇൻസ്പയർ ചെയ്തത് കുറാമയായിട്ടുള്ള ഒരു ബോണ്ടിങ്ങിന് വേണ്ടി. പിന്നെ സിംബിളൈസ് ചെയ്തത് പീസിനെയും മ്യൂച്വൽ റെസ്പെക്ട് ബിറ്റ്വീൻ നേഷൻസിനെയാണ് നമ്മുടെ ഗ്യൂക്കി. നാറൂട്ടോ ഡേറ്റാ ബുക്ക് അനുസരിച്ച് മോസ്റ്റ് ടൈൽഡ് ബീസ്റ്റിനെ പോലെ ഗ്യൂക്കി വാസ് നെവർ എൻസ്ലേവ്ഡ് ബൈ ഹേറ്റ്രഡ്. ഹി ഇവോൾവ് ബിയോണ്ട് ഇറ്റ് എന്ന് തന്നെ പറയാം. സോ ഫൈനലി ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആൻഡ് ഒഫെൻസീവ് ഡിഫെൻസീവ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ടൈൽഡ് ബീസ്റ്റ് തന്നെയാണ് നമ്മുടെ ഗ്യൂക്കി അല്ലെങ്കിൽ 8 Tails എന്ന് നിസ്സംശയം പറയാം. എന്തിനേറെ പറയുന്നു, കുറാമ കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ടൈൽഡ് ബീസ്റ്റും ഈ പറയുന്ന ഗ്യൂക്കി തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഏലിയസ് നെയിമാണ് ഹച്ചിബി അല്ലെങ്കിൽ ഓക്സ് ഡീമൺ അല്ലെങ്കിൽ ഇങ്ക് ബീസ്റ്റ്. അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ മൂവ്സ് ആണ് ബിജുഡാമയും ഇങ്ക് സീലിങ്ങും ടെൻടാക്കിൾ ബാരിയേജും. അദ്ദേഹം മെയിനായിട്ട് പ്രതിപാദിക്കുന്ന വില്ലേജ് കുമോഗാക്കുറയാണ് അല്ലെങ്കിൽ ഹിഡൻ ക്ലൗഡ് വില്ലേജ്, കില്ലർ ബിയുടെയൊക്കെ വില്ലേജ്. ഇനി അദ്ദേഹത്തിൻ്റെ കറണ്ട് സ്റ്റേറ്റസ് നോക്കുകയാണെങ്കിൽ അലൈവാണ്. കില്ലർ ബിയുടെ കൂടെ പോസ്റ്റ് വാറായിട്ട് അദ്ദേഹം റിസൈഡ് ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് മാക്സിമം എക്സ്പ്ലനേഷൻ നാറൂട്ടോ ഡേറ്റാ ബുക്കിൽ പോലും 8 Tailed ബീസ്റ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ. നമ്മുടെ ടൈൽഡ് ബീസ്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ എന്ന് പറയുന്നില്ല, കാരണം കുറാമ ഈസ് സ്റ്റിൽ ദെയർ. സോ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആയിരുന്നു ഇത്. ഇതുകൂടെ കഴിഞ്ഞാൽ കുറാമ മാത്രമേ നമുക്കിനി ശേഷിക്കുന്നുള്ളൂ. സോ അതും കൂടെ കഴിഞ്ഞാൽ ടൈൽഡ് ബീസ്റ്റ് സീരീസ് കംപ്ലീറ്റ്ലി തീരുന്നതായിരിക്കും. എന്നിരുന്നാലും നാറൂട്ടോ റിലേറ്റഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. Too long ago on the road, I got what they waiting for. I'm running from nothing, dog. Get your soul, just tell them, hey, lay low.